രക്ഷപ്പെട്ടു. സോറി രംഗില. ഈ ബോൾ എങ്ങനെ മരത്തിൽ കുടുങ്ങിയത്? ഓ അത് ശരി. അപ്പൊ കുറുമ്പ് കാണിച്ചത് നിങ്ങളായിരുന്നല്ലേ? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? നിർത്താ. ഇത് രുദ്രയുടെ സൗണ്ട് ആണല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം. വരുൺ, അത് കണ്ടോ? അവരൊക്കെ മങ്കീസ് ആണല്ലോ. പക്ഷെ അവരെന്തിനാ രുദ്രയെ കടത്തിക്കൊണ്ട് പോകുന്നത്? അന്തർ മന്തർ കാലികളന്തർ ചൂ. വേണ്ട വേണ്ട വേണ്ട. എനിക്കൊരു ചെറിയ തെറ്റുപറ്റി പോയി. നീ എന്നോട് ദേഷ്യപ്പെടരുത്. അവര് രുദ്രയെ തട്ടിക്കൊണ്ട് പോയിരിക്കുക. വേഗം വാ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. നിനക്ക് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. വാ പോവാം. ഓ ഇതെന്താ? എന്തിനാ അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? രുദ്ര, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ് മര. പക്ഷേ രുദ്ര, ഞാൻ മങ്കി കീനാണ്. നിന്നെ ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ എന്നോട് ക്ഷമിക്കൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമയം ഞങ്ങൾക്കൊട്ടും തന്നെയില്ല. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഇതെന്താ ഒരു പുതിയ പ്രശ്നം? സഹായിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നത്? സത്യം പറഞ്ഞാൽ നീ ഞങ്ങളെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. എന്താ പറ്റിയത് ക്വീൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സിംഹാസനം മങ്കി കിങ്ങിന്റേതാണ്. ക്രൊക്കഡൈൽ കിങ് അദ്ദേഹത്തിന്റെ വലിയൊരു ഫ്രണ്ടായിരുന്നു. മങ്കി കിങ് ക്രൊക്കഡൈലിന്റെ പുറത്തിരുന്ന് എപ്പോഴും ചുറ്റിക്കറങ്ങാൻ പോകുമായിരുന്നു. നദിയിലൂടെ ചുറ്റിക്കറങ്ങുമായിരുന്നു. മങ്കി കിങ്ങും ക്രൊക്കഡൈലും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും നദിയിൽ കളിച്ച് രസിക്കുകയായിരുന്നു. അപ്പോഴാണത് സംഭവിച്ചത്. ക്രൊക്കഡൈൽ കിങ് മങ്കി കിങ്ങിനെ തട്ടി മേലോട്ടെറിഞ്ഞു. അദ്ദേഹം താഴോട്ട് വരുമ്പോൾ ക്രൊക്കഡൈൽ കിങ് തന്റെ വായ തുറന്നു വെച്ചു. മങ്കി കിങ് അതിന്റെ വായിലേക്ക് വീഴാൻ പോയതായിരുന്നു. അപ്പോൾ ഞാൻ മാജിക് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ചുറ്റും പ്രൊട്ടക്ഷൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ഞാനത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൊക്കഡൈൽ കിങ് അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. മങ്കി കിങ് ക്രൊക്കഡൈൽ കിങ്ങിന്റെ വയറ്റിനകത്തായിപ്പോയി. പിന്നെ ക്രൊക്കഡൈൽ കിങ് നദിയുടെ ആഴങ്ങളിലേക്ക് പോയി കളഞ്ഞു. ഞങ്ങളുടെ കൈവശം മാജിക്കൽ പവേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ പവേഴ്സ് ഉപയോഗിച്ച് ക്രൊക്കഡൈൽ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കിങ്ങിനെ നിനക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. സൺസെറ്റിന് മുമ്പ് അത് ചെയ്യണം. കാരണം ആ മാജിക്കൽ ബോൾ സൺസെറ്റിന് ശേഷം വർക്കാകില്ല. ഓക്കെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷെ അതുവരെ സിംഹാസനം എംപ്റ്റി ആയിരിക്കാൻ പാടുകയില്ല. കിങ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ പ്രജകളെ നമ്മൾ വിശ്വസിപ്പിക്കണം. ക്വീൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ക്രൊക്കഡൈൽ കിങ് റിവറിലുണ്ടാവും. നമുക്ക് അവിടെ തന്നെ അന്വേഷിക്കാം. എന്താ? അവിടെ നോക്കൂ. ചേടാ, ഞാൻ എന്തായി കാണുന്നത്? ഈ ക്രൊക്കഡൈൽ കിങ് വളരെ വലുതാണല്ലോ. അതിനോട് നമ്മളെങ്ങനെ ഏറ്റുമുട്ടുക? നമുക്കതിന്റെ വയറ്റിലേക്ക് ചെന്ന് നോക്കണം. കിങ് ജീവനോടെ ഉണ്ടോന്ന് അറിയണം. പക്ഷേ രുദ്ര, അത് മുതലയാണ്. അതിന്റെ വയറ്റിനകത്ത് പോയാൽ എങ്ങനെ ജീവനോടെ തിരിച്ചു വരാൻ കഴിയും? അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ അകത്ത് ചെന്ന് നോക്കാം. കിങ് ഓക്കെ ആണോന്ന് അറിയണ്ടേ? അതാ മങ്കി കിങ് അവിടെയുണ്ട്. അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങുകയാണല്ലോ. മങ്കി കിങ് എഴുന്നേൽക്കൂ. ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. എഴുന്നേൽക്കൂ.
അല്ല നിങ്ങളെല്ലാരും ആരാണ്? നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പം? ഞാൻ നല്ല സുഖമാണ്, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഭാര്യ വന്ന് ശരിക്കും അവനൊരു നല്ല പാഠം പഠിപ്പിക്കും. ഞാൻ ആരാണെന്ന് അവൻ അറിയില്ല, ഞാൻ അതിഭയങ്കരനാണെന്ന് ഇവൻ അറിയുകയില്ല. ഇവൻ ഒട്ടും അറിയില്ല. ഞാൻ ഒരു സിഗ്നൽ കാണിച്ചാൽ മതി, ഈ മുതലയുടെ ടോട്ടൽ കിങ്ഡം നശിച്ചു പോകുന്നതായിരിക്കും. ഞാൻ 100 മുതലകളെ ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ട്, അറിയോ നിങ്ങൾക്ക്? ഇയാളെ നമുക്ക് ഇവിടെ തന്നെ വിട്ടിട്ട് പോവാം. ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇയാൾ എന്തുമാത്രം സംസാരിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും കൂടി ഇയാളെ പുറത്തേക്കാക്കാം. എന്റെ ഒരു ചവിട്ട് മതി, എന്റെ ഒരു ചവിട്ട് കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ചേടാ, എന്തായി പറ്റിയത്? ഇരുട്ടായല്ലോ. വേഗം light ഇട്. എനിക്ക് പേടിയാകുന്നു. അവൻ വായടച്ചു പിടിച്ചിരിക്കുകയാണ്. അല്ല, നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെ പുറത്തു പോവാ? ഇതൊരു നല്ല ഐഡിയ അല്ലാതെ എനിക്ക് അപ്പൊ തന്നെ അറിയായിരുന്നു. മറ്റുള്ള രക്ഷിക്കാൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ കുടുങ്ങി പോയത് കണ്ടില്ലേ? എന്നെ കാണാതെ മമ്മി ടെൻഷൻ അടിക്കായിരിക്കും. നമ്മൾ എങ്ങനെ ഇവിടുന്ന് പുറത്തു പോകുന്നത്? ഒന്ന് ശാന്തമായിരിക്കൂ, സമാധാനമായിരിക്കൂ. മുത്തശ്ശൻ പറഞ്ഞത് ഓർമ്മയില്ലേ? പ്രശ്നം എത്ര വലുതായാലും ശരി, നമ്മളത് ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. നമ്മുടെ ബുദ്ധി യൂസ് ചെയ്യേണ്ട സമയമാണിത്. നമ്മൾ എത്ര നേരം ഇങ്ങനെ തന്നെ ഇരിക്കും? കുറച്ചു സമയത്തിനുള്ളിൽ എല്ലാം അവസാനിക്കും. അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. വേഗം ഓടിക്കോ. ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആയിരിക്കുക. പക്ഷെ കിങ് ഇപ്പോഴും അകത്ത് കുടുങ്ങിയിരിക്കുക. ഒരു കുയിലിനോട് ഈ കാര്യം പറയാം. കിങ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്, സേഫ് ആണ്. ആ ക്രോക്കഡൈൽ കിങ്ങിന്റെ വയറ്റിന്റെ അടുത്ത് പോയി ഞങ്ങൾ രാജാവിനെ കണ്ടു. നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? വയറ്റിനകത്ത് നീ എങ്ങനെയാണ് പോയത്? എന്താ വിശ്വാസല്ലേ? ഞങ്ങളുടെ അടുത്ത് അതിന് പ്രൂഫ് ഉണ്ട്. ദാ നോക്കൂ. ഇപ്പൊ മനസ്സിലായല്ലോ, കിങ് ജീവനോടെ ഉണ്ട്. അദ്ദേഹം ജീവനോടെ ഉള്ളതുവരെ സിംഹാസനത്തിൽ ആർക്കും തന്നെ ഇരിക്കുവാൻ പറ്റില്ല. രാജാവില്ലാത്ത ഈ സമയത്ത് ക്യൂനാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. അതാണ് നമ്മുടെ നിയമം. ക്വീൻ, നിങ്ങൾ ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കൂ. കിങ് തിരിച്ചു വരുന്നവരെ നിങ്ങളായിരിക്കും കിങ്. നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ഫീമെയിൽ ആർക്കും കിങ് ആകാനുള്ള യോഗ്യതയില്ല. ഒരു കുഴപ്പമില്ല, ഞാനിപ്പോ തന്നെ കിങ്ങിനെ കൂടി കൊണ്ടുവരാം. ക്വീൻ, നിങ്ങൾ വിഷമിക്കേണ്ട. താങ്ക് യു രുദ്ര. Ibaiska magical ball, Polito! ആ ചെക്കൻ കിങ്ങിനെ രക്ഷിക്കുമെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ വിടില്ല. ആരെങ്ങനെയൊക്കെ ചെയ്തത്? കിങ്ങിനെ നമ്മൾ ഒരുവിധം പുറത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു. ആ സേനാധിപനെ എനിക്ക് ആദ്യം മുതലേ സംശയമായിരുന്നു.
അവിടെ നിൽക്കും അബുങ്ക, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. ഓ ഓ ഓ ഓ ഓ ഓ